ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അന്നേരം രഘു പ്രീതിയെ കെട്ടിപ്പിടിച്ചു. സോറി പ്രീതി, ഇങ്ങനെയൊന്നും ഞാൻ കരുതിയില്ല. നീ പറഞ്ഞ പോലെ അയാളുടെ വാക്കുകൾ അന്ന് കേട്ടു വന്ന ഞാൻ നിങ്ങളെ കൂടി അങ്ങനെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. സത്യം എന്താണെന്ന് പോലും ചോദിക്കാതെ നിന്നെ ഞാൻ പടിയിറക്കി വിട്ടു. നീ എന്നോട് ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് രഘു പ്രീതിയുടെ മുന്നിൽ നിന്ന് കരയാൻ തുടങ്ങി. പ്രീതി, ഇനി ഒരിക്കലും ഞാൻ നിന്നെ സംശയിക്കില്ല, തെറ്റിദ്ധരിക്കില്ല. ഇത്രയും പറഞ്ഞ് പ്രീതിക്ക് രഘു വാക്കുകൊടുത്തു. ഇരുവരും വീണ്ടും കെട്ടിപ്പുണർന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. രഘു പ്രീതിയുടെ നെറ്റിയിൽ ചുംബിച്ചു. അന്നേരം പ്രീതി പറഞ്ഞു, രഘുവേട്ട, ഒരു കാര്യം, നമ്മൾ വീണ്ടും ഒന്നായി എന്ന കാര്യം തൽക്കാലം ആരും അറിയണ്ട. കാരണം നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായും മൂന്നാമതൊരാളുടെ കൈകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നായ കാര്യം പ്രാർത്ഥന പോലും അറിയരുത്. ആ മഹായാഗം കഴിയുന്നതുവരെയും ഇനിയും നമ്മൾ അകന്നു തന്നെ ജീവിക്കണം. ഇത്രയും പറഞ്ഞ് രഘുവിൻ്റെ നെഞ്ചത്ത് ചാരി നിന്ന് പ്രീതി അവനൊരു ഉമ്മ കൊടുത്ത ശേഷം പഴയതുപോലെ ദേഷ്യഭാവത്തിൽ റൂമിൽ നിന്നും അഭിനയിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ഇനി ആ അവസാന യുദ്ധത്തിന് 2 ദിവസം മാത്രം. നാഗമാണിക്യവും ഇന്ദ്രനീലവും ഇന്നും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പടയൊരുക്കങ്ങൾ തുടങ്ങി വച്ചിരിക്കുകയാണ് പാഞ്ചാലിയും ഉർവശിയും ജീവനും. അന്നത്തെ ആ രാത്രിയിൽ കടൽ തീരത്ത് നോക്കി നിന്നുകൊണ്ട് മെഹക് പറഞ്ഞു, അതെ, ഇനി എനിക്ക് വരാനുള്ള സമയമാണ്. ഹൃദയെ തളയ്ക്കാൻ നോക്കുകയാണ് നിങ്ങൾ അല്ലേ? നടക്കട്ടെ, നമുക്ക് കാണാം കഥയിൽ നടക്കാൻ പോകുന്ന ആ വലിയ ട്വിസ്റ്റ് എന്താണെന്ന്. നീയൊക്കെ കരുതും പോലെ ആ ഇന്ദ്രനീലവും നാഗമാണിക്യവും നിങ്ങൾക്കല്ല കിട്ടുന്നത്. സത്യം ഇത്തവണ ജയിക്കും. ഈ കഥ തുടങ്ങി വെച്ചത് പ്രതയാണെങ്കിൽ ഈ കഥ അവസാനിപ്പിക്കുന്നതും പ്രത തന്നെയായിരിക്കും. അതെ, ഇപ്പോൾ നിന്റെയൊക്കെ മുന്നിൽ അവൾ പ്രേതമായി എത്തുന്നുണ്ടല്ലേ? നിന്റെയൊക്കെ അന്ത്യം കണ്ടിട്ട് അവൾ പോകുള്ളൂടാ. നീയൊക്കെ ചെയ്തു കൂട്ടിയതിനെല്ലാം നമ്മളെല്ലാം ചേർന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ശിക്ഷ അത് വളരെ വലുതായിരിക്കും. സ്വപ്നത്തിൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര ശിക്ഷയായിരിക്കും നമ്മൾ തരുന്നത്. ഇതേ സമയം പ്രാർത്ഥനയും പ്രീതിയും രഘുവും ഒരിടത്ത് നിന്ന് സംസാരിക്കുന്നു. നമ്മൾ മൂവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ യുദ്ധത്തിൽ ജയിക്കാനാകൂ. നമ്മുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ ആ പാഞ്ചാലിയും ഉർവശിയും വെളിച്ചത്ത് വരും. മറ്റന്നാൾ നടക്കാൻ പോകുന്ന ആ യുദ്ധത്തിൽ അവരും മരിക്കണം. നമ്മുടെ അമ്മയെയും അച്ഛനെയും രുദ്രനെയും ഒക്കെ കൊന്നത് എല്ലാം അവരാണ്. അന്നത്തെ നമ്മുടെ അവസ്ഥയിൽ നമുക്ക് ആരോടും പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ അവസാന യുദ്ധത്തിൽ നമുക്ക് ജയിക്കണം. അന്നേരം പ്രീതി പറഞ്ഞു, പ്രാർത്ഥന, ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ 3 പേരുമല്ലാതെ ഈ കാര്യങ്ങൾ നമ്മൾ തൽക്കാലം ആരോടും പറയുന്നില്ല. കാരണം ഞാൻ നിന്നോട് പിന്നെ പറയാം. ഇതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന ഒരു ദുഷ്ടൻ അല്ലെങ്കിൽ ഒരു ദുഷ്ടി ഉണ്ടാകും. അയാളെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ കൂടെ തന്നെ അവരുണ്ടാകും. അയാളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അന്നേരം ജീവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. എന്താ പ്രീതി, എന്നെയാണോ പേടിക്കേണ്ടത്? മത്സ്യനാഗിനി ക്ലൈമാക്സിലേക്ക്. ഇനി കാണാം ഇവളുടെ യുദ്ധം. ഇവൾ ആര്? അവൾ വരുന്നു.